ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നവംബർ 27-ാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റ് ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം വന്നിരിക്കുന്നത് ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 12/5, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സീക് തീറ്റ? ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇവിടെ ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുകയാണ്. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ? ഒരു ട്രയാംഗിളിന്റെ ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്നു. 90 ഡിഗ്രി എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു എൽ ഷേപ്പിൽ, അവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ നമ്മൾ എങ്ങനെ വിളിക്കും? ഹൈപ്പോട്ന്യൂസ് എന്ന് വിളിക്കും. മലയാളം മീഡിയത്തിലാണെങ്കിൽ കർണം എന്ന് വിളിക്കുമായിരുന്നു. അപ്പൊ എന്താണ്? ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന വശത്തിനെ അല്ലെങ്കിൽ ആ സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ന്യൂസ്. ഇനി ഇവിടെ ഞാൻ ബാക്കി രണ്ട് ആംഗിൾസ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ ഈ ആംഗിളിനെ ഞാനിപ്പോ ഇവിടെ ഒരു തീറ്റ എന്ന് വിളിക്കുകയാണ്. ഇവിടുത്തെ ആംഗിൾ ഞാൻ തീറ്റ എന്ന് എടുത്തു. അപ്പോ ആ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കും. ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിക്കും. ഈ ആംഗിളിന് അടുത്ത് കിടക്കുന്ന സൈഡിനെ നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കും. അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കും. ഇപ്പൊ മൂന്ന് വശങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലായല്ലോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, അതിന് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ഹൈപ്പോട്ന്യൂസ്, അതിൽ മറ്റ് രണ്ട് ആംഗിളില് നമ്മൾ ഇവിടെ ഒരു തീറ്റ എന്ന് എടുത്താൽ, ഇപ്പം ഇവിടെയാണ് നിങ്ങൾ തീറ്റ എന്ന് എടുക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും? ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇവിടെ ആയിരിക്കും. ഇതിന് ചേർത്ത് കിടക്കുന്ന അഡ്ജസന്റ് സൈഡ് എന്ന് വിളിക്കും. നമ്മൾ തീറ്റ എവിടെയാണ് കൊടുക്കുന്നത് അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഓപ്പോസിറ്റ് സൈഡ്, അതിനോട് ചേർന്ന് കിടക്കുന്നത് അഡ്ജസന്റ് സൈഡ്. ഇനി കുറച്ച് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. ഇത് കുറെ ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ ഇത് മൂന്നും പറയാണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ തീറ്റ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിള്, അതിൽ തീറ്റ ഞാനിപ്പോ ഇവിടെ എടുത്തു എന്ന് വെച്ചോ. ഈ ട്രയാംഗിൾ ഞാൻ പേര് കൊടുത്തു, ABC എന്ന് പേര് കൊടുത്തു. ഇങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റയുടെ വാല്യൂ. അപ്പൊ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? BC. BC ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? AC. BC ബൈ AC ആണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഇനി കോസ് തീറ്റ എന്ന് പറയുന്ന കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. തീറ്റ എടുക്കുന്നതിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ്, അതിനോട് ചേർന്ന് വരുന്നതാണ് അഡ്ജസന്റ് സൈഡ്. അപ്പൊ കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെയാണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് ഇവിടെ എത്രയാണ്? AB ബൈ AC. ഇനി ടാൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അല്ലെങ്കിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ എത്രയാണ്? BC ബൈ അഡ്ജസന്റ് സൈഡ് AB. ഓക്കെ, ഇത് മൂന്നും മനസ്സിലായി കാണുമല്ലോ. ഇനി ഈ സൈൻ തീറ്റയെ തിരിച്ചിട്ടാൽ നമുക്ക് കിട്ടുന്നതാണ്, അതായത് അതിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സൈൻ തീറ്റ 1/sin തീറ്റ ഈസ് ഈക്വൽ ടു കൊസീക് തീറ്റ എന്ന് പറയും. കൊസീക് തീറ്റ. അതുപോലെ തന്നെ കോസ് തീറ്റയെ തിരിച്ചിട്ടാലോ 1/cos തീറ്റ ഈസ് ഈക്വൽ ടു സീക് തീറ്റ. ടാൻ തീറ്റയെ തിരിച്ചിട്ടാലോ 1/tan തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റ. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിലാണ് ഇതുപോലത്തെ, ഇത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ഷിഫ്റ്റിലും ഇതുപോലത്തെ ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ RRB ഗ്രൂപ്പ് ഡി എക്സാമില്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് നേടിയെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ സൈൻ തീറ്റ, അതിന്റെ കുറച്ച് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഉണ്ട്. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്.
കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. ഇനി സൈൻ തീറ്റയെ തിരിച്ചിട്ടാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? കൊസീക് തീറ്റ. 1 കോസ് തീറ്റയുടെ വാല്യൂ എന്താണ്? സീക് തീറ്റ. 1 ടാൻ തീറ്റ എന്ന് പറയുന്നത് കോട്ട് തീറ്റ. ഇത്രയും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുക. എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 12/5. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സീക് തീറ്റ. അപ്പൊ ടാൻ തീറ്റ നമുക്ക് എടുക്കാം. ഞാനിപ്പോ ഇവിടെ ആംഗിൾ തീറ്റ ഇവിടെയാണ് എടുത്തിരിക്കുന്നത് വെച്ചോ. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 12/5 അല്ലേ? അപ്പൊ ഓപ്പോസിറ്റ് സൈഡിന്റെ നീളം എത്ര കിട്ടും? 12 ബൈ അഡ്ജസന്റ് സൈഡ് 5. ക്വസ്റ്റ്യൻ തന്നത് എങ്ങനെയാണ്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 12/5. ടാൻ തീറ്റ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പോൾ ഈ തീറ്റ നമ്മൾ ഇവിടെ എടുത്തു, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 12 എന്ന് എടുത്തു, അഡ്ജസന്റ് സൈഡ് 5 എന്ന് എടുത്തു. അപ്പൊ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കിട്ടും? നിങ്ങളൊരു നമ്മുടെ ഒരു റൈറ്റ് ആംഗിളിന്റെ ഒരു നിയമം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു അതിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സൈഡിന്റെ സ്ക്വയർ. ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സൈഡിന്റെ സ്ക്വയർ. അപ്പം ഹൈപ്പോട്ടന്യൂസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സൈഡിന്റെ സ്ക്വയർ. അപ്പൊ നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോ എത്രയാണ്? 12 അല്ലെ? 12ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോ 144. അഡ്ജസന്റ് സൈഡ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 5. 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോ 25. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 169 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ എന്താണുള്ളത്? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കിട്ടും? അതിന്റെ റൂട്ട് ഓഫ് ഇത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ് 169 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടും? റൂട്ട് ഓഫ് 169 അല്ലെ? ഇവിടെ സ്ക്വയർ ആണെങ്കിൽ ഇപ്പുറത്തെ തന്നെ വാല്യൂ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റൂട്ട് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പം സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 13. 13ന്റെ സ്ക്വയർ അല്ലേ 169 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വാല്യൂ എന്ത് കിട്ടി? 13 എന്ന് കിട്ടി അല്ലേ? ഇത് കണ്ടുപിടിച്ചോണ്ട് നമ്മുടെ ആൻസർ ആയോ? ഇല്ല. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സീക് തീറ്റയുടെ വാല്യൂ ആണ്. സീക് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മുമ്പ് ഞാൻ 3 ഇക്വേഷൻസ് എഴുതി തന്നില്ലേ? അതിൽ സീക് തീറ്റ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സീക് തീറ്റ ഈസ് ഈക്വൽ ടു 1 കോസ് തീറ്റ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ വാല്യൂ തന്നിട്ട് വേറൊന്ന് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഈ രീതി ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കേ, ഇവിടെ ടാൻ തീറ്റ തന്നു. ടാൻ തീറ്റയുടെ വാല്യൂ തന്നപ്പോൾ നമുക്ക് 2 വശങ്ങൾ കിട്ടി. അപ്പൊ അതിന്റെ മൂന്നാമത്തെ വശം നമ്മളുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സൈഡ് സ്ക്വയർ. ആ രീതിയിൽ നമ്മൾ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പൊ ടാൻ തീറ്റയുടെ വാല്യൂ തന്നു, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സീക് തീറ്റ. അപ്പൊ ഇതിന്റെ എല്ലാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? സൈൻ തീറ്റയെ തിരിച്ചിട്ട് നമുക്ക് എന്താണ്? കൊസീക് തീറ്റയാണ്. നമുക്ക് കൊസീക് ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല. അടുത്തത് കോസിനെ തിരിച്ചിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? സീക് തീറ്റ. ചോദ്യത്തിൽ എന്താണ്? സീക് തീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? 1 കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെയാണ്? അഡ്ജസന്റ് സൈഡ്. തീറ്റ ഇവിടെയാണെങ്കിൽ അതിന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് സൈഡ് എത്രയാണ്? 5/13 അല്ലെ? അപ്പം സീക് തീറ്റ എന്തായിരിക്കും? ഇതിനെ തിരിച്ചിടുക, കോസ് തീറ്റയെ തിരിച്ചിടുക. അപ്പൊ സീക് തീറ്റയുടെ വാല്യൂ എങ്ങനെ കിട്ടും? സീക് തീറ്റ ഈസ് ഈക്വൽ ടു 13/5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിഞ്ഞ വർഷം നവംബർ മാസം 27-ാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിൽ വന്ന സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം നടന്ന RRB പരീക്ഷയിൽ ഈ ഒരു ക്വസ്റ്റ്യന് എല്ലാ ഷിഫ്റ്റിലും വന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇഫ് ടാൻ A is equal to 1,
then find the value of sin a plus cos a. ഇത് സെയിം കൺസെപ്റ്റ് ആണ്. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളില്ലേ, ആ കൺസെപ്റ്റ് വെച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? tan a is equal to 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു റൈറ്റ് ആംഗിളിന് ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടുത്തെ ആംഗിൾ നമ്മൾ എങ്ങനെയാ വിളിക്കുന്നത്? എ എന്നെടുത്തു. ഇത് എൽ ഷേപ്പിൽ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ എ എന്ന ആംഗിൾ എടുത്തു. അപ്പോൾ ടാൻ തീറ്റ, ടാൻ എ എന്ന് പറയുന്നത് എന്താണ്? ടാന്റെ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇപ്പൊ നമ്മള് ആംഗിൾ എ എന്ന് പറയുന്നത് ഇവിടെ എടുത്തുകൊണ്ട് ഈ എയുടെ ഓപ്പോസിറ്റ് സൈഡ് എവിടെയാണ്? ഇവിടെ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് ആ ടാന്റെ വാല്യൂ. അപ്പൊ എത്രയാണ് തന്നിരിക്കുന്നത്? 1. നമ്മൾ 1 എന്ന് മാത്രം എഴുതി അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഡിനോമിനേറ്റർ എന്താണ്? 1/1. അപ്പൊ ടാന്റെ വാല്യൂ, ടാൻ എയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1 അല്ലേ? അപ്പം ഓപ്പോസിറ്റ് സൈഡ് എന്താ വന്ന്? 1. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് ടാന്റെ വാല്യൂ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് 1 എന്ന് വന്നു, അഡ്ജസന്റ് സൈഡും 1 എന്ന് വന്നു. ഇനി നമ്മളുടെ പൈതഗോറസ് സിദ്ധാന്തം വെച്ച് നമുക്ക് ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഈ സൈഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സൈഡിന്റെ സ്ക്വയർ. ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ എത്രയാണ്? 1 സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സൈഡോ 1 സ്ക്വയർ. അപ്പൊ എങ്ങനെ കിട്ടും? റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ 1. അപ്പൊ എന്ത് കിട്ടി? റൂട്ട് 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? റൂട്ട് 2 എന്ന് കിട്ടി അല്ലേ? അപ്പൊ 3 സൈഡുകളും നമുക്ക് കിട്ടി. മൂന്നാമത്തെ സൈഡിന്റെ വാല്യൂ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അല്ല. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സൈൻ എ പ്ലസ് കോസ് എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നിരിക്കുന്നതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 3 വശങ്ങളും കണ്ടുപിടിക്കുക. തന്നിരിക്കുന്നതിൽ നിന്നും നമുക്ക് 2 വശങ്ങൾ കിട്ടും. അതിൽ നിന്ന് മൂന്നാമത്തെ വശം നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം വെച്ച് കണ്ടുപിടിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് എന്താണ്? സൈൻ എ പ്ലസ് കോസ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. സൈൻ എയുടെ വാല്യൂ എന്താണ്? സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആംഗിൾ ഇവിടെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 1. ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? റൂട്ട് 2. ഇനി കോസിയന്റെ വാല്യൂ എന്താണ്? കോസിയ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് 1 ആണ്, ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 2. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യാം. സൈൻ എ പ്ലസ് കോസിയ എങ്ങനെ കിട്ടും? സൈൻ എന്റെ വാല്യൂ 1/√2 പ്ലസ് കോസിന്റെ വാല്യൂ 1/√2. ഇത് ചെയ്യുമ്പോ എങ്ങനെ ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. √2 × 1 √2 പ്ലസ് ഇത് തമ്മിൽ ചെയ്യുമ്പോ √2 ബൈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. √2 × √2. അപ്പൊ എങ്ങനെ കിട്ടും? √2 പ്ലസ് √2 2√2. 2√2 ബൈ √2 × √2. അപ്പൊ 2ഉം 2ഉം വെട്ടിപ്പോയിട്ട് ആൻസർ എന്ത് കിട്ടി? √2 എന്ന് വരും. ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? എന്ത് ചെയ്യുന്ന? ഈ മേലുള്ള നോമിനേറ്റർ അപ്പുറത്തെ ഡിനോമിനേറ്ററുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ 1 × √2 എന്താണ് നമ്മുടെ സിമ്പിൾ ഇവിടെ? പ്ലസ്. ഇനി രണ്ടാമത്തെ ന്യൂമിനേറ്റർ ആദ്യത്തെ ഡിനോമിനേറ്ററുമായിട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക. അതറിയാലോ അല്ലെ? അപ്പൊ ആൻസർ നമുക്ക് എന്ത് കിട്ടി? √2. ഓക്കെ. അടുത്ത സെയിം മോഡൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം നവംബർ 27-ാം തീയതി ചോദിച്ച തേർഡ് ഷിഫ്റ്റ് എന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതേ മോഡലിൽ തന്നെ നോക്കിക്കേ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇഫ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 5/13 ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 1 - sin θ ബൈ 1 + sin θ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ ശ്രദ്ധിച്ചോണം. റൂട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഹോൾ ഡിവൈഡിന്റെ ഫുൾ ആണ് റൂട്ട് ഓഫ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ നമുക്ക് അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ഈ പറഞ്ഞ അതേ സെയിം മോഡൽ അല്ലേ? ഒരു വാല്യൂ തന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ വരയ്ക്കുക. ഇവിടെ എന്താണ് ആംഗിൾ തന്നിരിക്കുന്നത്? തീറ്റ. എൽ ഷേപ്പിൽ വരുന്ന എന്താണ്? 90 ഡിഗ്രി. അപ്പൊ തീറ്റ നമ്മൾ ഇവിടെ എടുത്തു അല്ലെ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ തീറ്റ വരുന്നതിന്റെ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് എത്ര വരും? 5. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എത്ര വരും? 13. ഇപ്പൊ രണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡ് കിട്ടും. മൂന്നാമത്തെ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞേ? പൈതഗോറസ് സിദ്ധാന്തം വെച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. അതെങ്ങനെയായിരുന്നു? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സൈഡിന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്ര തന്നിരിക്കുന്നേ? 13. അപ്പൊ 13ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 169. ഓപ്പോസിറ്റ് സൈഡ് അല്ലേ നമുക്ക് അറിയാത്തത്, അത് അങ്ങനെ തന്നെ ഇടുക. ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ പ്ലസ് അഡ്ജസന്റ് സൈഡ് ഇവിടെ എത്രയാണ്? 5. അപ്പൊ 5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 വന്നു. ഇതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓപ്പോസിറ്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ 25നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം പ്ലസ് 25 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ -25 ആവും. അപ്പൊ 169 -25 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 144 എന്ന് കിട്ടും. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ ആണ് 144 എന്ന് പറയുന്നത് അല്ലെ? ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ ആണ് 144 എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് എത്ര കിട്ടും? √144. അപ്പൊ എത്ര കിട്ടും? 12 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇവിടുത്തെ തേർഡ് സൈഡ് നമുക്ക് എങ്ങനെ കിട്ടി? 12 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ അതാണോ ചോദിച്ചിരിക്കുന്നത്? അല്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ഹിന്റ് തരുമല്ലോ, ആ ഹിന്റ് വെച്ചിട്ട് നമ്മൾ 3 സൈഡുകളും അല്ലെ എഴുതി വെക്കുക. നമ്മളുടെ ആംഗിളും എഴുതി വെക്കുക. അതിനനുസരിച്ച് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും പൈതഗോറസ് സിദ്ധാന്തം വെച്ച് ബാക്കി തേർഡ് സൈഡും ഒക്കെ കണ്ടുപിടിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിലേക്ക് വരിക. ഇപ്പൊ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ആംഗിൾ ഇവിടെ 5, 13, ഇവിടെ 12 എന്ന് കിട്ടി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? √1 - sin θ by 1 + sin θ. അപ്പൊ ഇവിടെ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉള്ളു. എന്താണ്? sin θ എന്നുള്ളത്. അപ്പൊ sin θയുടെ വാല്യൂ എങ്ങനെ കിട്ടും? sin θ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 12. ഹൈപ്പോട്ടന്യൂസോ 13 അല്ലെ? അപ്പൊ ക്വസ്റ്റ്യനോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. √1 - sin θ by 1 + sin θ. √1 - 12/13. നിങ്ങൾ എഴുതുമ്പോ ശ്രദ്ധിച്ചോണം. 12/13 1 - 12/13 അട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ആണ് 1 + sin θ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഹോൾ ഡിവൈഡഡ് ബൈ 1 + 12/13 അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നത്? ഇതിനകത്തെ ഇത് തമ്മിൽ ചെയ്യുക. അപ്പൊ എങ്ങനെ കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ. ഈ 1 എന്ന് മാത്രം ഇതിന്റെ അർത്ഥം എന്താണ്? 1/1 എന്നാണ് അർത്ഥം അല്ലെ? ഇവിടെ 1 എന്ന് എഴുതിയ 1/1 എന്നാണ് അർത്ഥം. ഇപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 1 × 13 13. ഇവിടുത്തെ സിമ്പിൾ എന്താണ്? മൈനസ്. ഇനി 1 × 12 12. ഹോൾ ഡിവൈഡഡ് ബൈ 1 × 13 13. അപ്പം മേൽവശത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ ഇനി ഇത് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 1 × 13 13 പ്ലസ് 1 × 12 12 ബൈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക 13 അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? √13 12 പോയ 1/13 ഹോൾ ഡിവൈഡഡ് ബൈ 13ഉം 12ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25/13. നോക്കിക്കേ ആൻസർ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 1/13. നോക്ക് 1/13. ഇത് ഹോൾ ഡിവൈഡ് നമ്മൾ മേലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ചെയ്യും അല്ലേ? അപ്പം തിരിച്ചിട്ട് ഗുണിക്കും. അപ്പൊ എങ്ങനെ കിട്ടും? 13/25 എന്ന് കിട്ടി. ഈ 13ഉം വെട്ടിപ്പോയി. അപ്പൊ ആൻസർ എങ്ങനെ കിട്ടി? ആൻസർ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. √1/25 എന്ന് കിട്ടി. അപ്പൊ ആൻസർ എങ്ങനെ കിട്ടും? 1/1ന്റെ റൂട്ട് എന്താ? 1. 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5. അപ്പൊ 1/5 എന്ന ആൻസർ കിട്ടി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ഇന്ന് ഞാൻ 3 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്.
ഈ മൂന്നും കഴിഞ്ഞ വർഷം RRB ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. സെയിം പാറ്റേൺ ആണ് തന്നിരിക്കുന്ന. നമുക്കൊരു ഹിന്റ് തരുമല്ലോ അല്ലെ, അതിൽ 2 വശങ്ങൾ നമുക്ക് കിട്ടും. അത് ഏത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണോ അത് വെച്ച് നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കാം, ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കാം. അതിലൂടെ ഹൈപ്പോട്ടനസ് കിട്ടും. അപ്പൊ പൈതോറസ് സിദ്ധാന്തം വെച്ച് നമ്മൾ തേർഡ് സൈഡ് കണ്ടുപിടിച്ച് വെക്കുക. അതിനുശേഷം എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിലേക്ക് വരിക. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസിക് തീറ്റ, സീക് തീറ്റ ആൻഡ് കോട്ട് തീറ്റ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. അപ്പൊ നോക്കിയേ, അപ്പൊ അത് കണ്ടുപിടിക്കേണ്ടത് വെച്ച് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് മൂന്നും നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം.